50 രൂപയിൽ താഴെ മാത്രം വിലയുള്ള ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. സ്റ്റോക്കിൻ്റെ പേര് മോർപ്പൻ ലബോറട്ടറീസ് ലിമിറ്റഡ്. ഇന്ന് മോർപ്പൻ ലബോറട്ടറീസ് 0.40% ഉയർന്ന് 49 രൂപ 60 പൈസയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 56 രൂപ 40 പൈസ, 52 വീക്ക് ലോ 25 രൂപ 10 പൈസ. മോർപ്പൻ ലബോറട്ടറീസ് കഴിഞ്ഞ 6 മാസം കൊണ്ട് 10% റിട്ടേൺ ആണ് നൽകിയത്. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 3%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ നൽകുകയും ചെയ്തു. മോർപ്പൻ ലബോറട്ടറീസ് എന്ന കമ്പനി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, ഡയഗ്നോസ്റ്റിക്സ്, ഡ്രഗ്സ്, ഫോർമുലേഷൻസ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. മോണ്ടോലൂക്കാസ്റ്റ് ഉൾപ്പെടെയുള്ള 6ലധികം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് പ്രൊഡക്റ്റ് കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിൽ നിന്നും 68%-ഓളം റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. API സെഗ്മെൻറ്റിൽ നിന്നും മോർപ്പൻ ലബോറട്ടറീസിൻ്റെ റവന്യൂ കോൺട്രിബ്യൂഷൻ 53%-നടുത്താണ്. കമ്പനിയുടെ റീസെൻറ്റ് ക്വാർട്ടർലി റിസൾട്ടും എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസും നോക്കിയാൽ മികച്ചതാണ്. 2024 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ആനുവൽ റവന്യൂ 1424 കോടിയിൽ നിന്നും 20% വർദ്ധിച്ച് 1704 കോടിയിലേക്ക് ഉയർന്നു. എബിറ്റ 182% വർദ്ധിച്ച് 18 കോടിയിൽ നിന്നും 52 കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ എബിറ്റ 101% വർദ്ധിച്ച് 85 കോടിയിൽ നിന്നും 172 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പ്രോഫിറ്റ് 38 കോടിയിൽ നിന്നും 96 കോടിയിലേക്ക് ഉയർന്നു. 180% പ്രോഫിറ്റ് ഗ്രോത്താണ് 2024-2023 ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 24 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി കൈവരിച്ചത്. ഇനി ക്വാർട്ടർ 4ലെ പെർഫോമൻസ് നോക്കാം. ക്വാർട്ടർ 4ൽ കമ്പനിയുടെ റവന്യൂ 14% വർദ്ധിച്ച് 363 കോടിയിൽ നിന്നും 423 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 279% വർദ്ധിച്ച് 11 കോടിയിൽ നിന്നും 42 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 143%-ഓളം വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. 2540 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 56 രൂപ 40 പൈസ. സ്റ്റോക്ക് ഇപ്പോൾ 49 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈയിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ROE 12%, ROCE 18%, ഫേസ് വാല്യൂ 2, കമ്പനിക്ക് മുകളിൽ കടബാധ്യത തീരെയില്ല. റീസെൻ്റ്ലി ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ സെയിൽസ് 445 കോടിയിൽ നിന്നും 423 കോടിയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ സെയിൽസ് 364 കോടിയിൽ നിന്നും 423 കോടിയിലേക്ക് ഉയർന്നു. ഇയർ ഓൺ ഇയറിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 4%-ൽ നിന്നും 11%-ലേക്ക് മെച്ചപ്പെടുത്തുകയും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 11 കോടിയിൽ നിന്നും 42 കോടിയിലേക്ക് ഇംപ്രൂവ് ചെയ്യുകയും നെറ്റ് പ്രോഫിറ്റ് 8 കോടിയിൽ നിന്നും 29 കോടിയിലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു. കമ്പനിയുടെ 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 12%, കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 27%, ROE 12%-നടുത്ത്. ഏകദേശം 745 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 29 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 38.22% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 1.85%, DISന് 2.15% സ്റ്റേക്ക് ഹോൾഡിംഗ്, പബ്ലിക്കിന് 57.76% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിനേക്കാളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനേക്കാളും ഉയർന്ന പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന റിസ്ക്കാണ്. മോർപ്പൻ ലാബിൻ്റെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ ചാർട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് 70 രൂപ വരെ ഉയർന്ന സ്റ്റോക്കാണ്. അവിടെ നിന്നും സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോ ആയ 25 എന്ന ലെവലിലേക്ക് ഇടിയുകയും പിന്നീട് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് വീണ്ടും ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 49 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് 56 എന്ന റെസിസ്റ്റൻസിനെ റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 56 എന്ന റെസിസ്റ്റൻസിനെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ ഒരു ട്രയാങ്കുലർ ക്യാൻഡിൽ പാറ്റേണിലുള്ള ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം മോർപ്പൻ ലാബ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.